പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് അച്ഛൻ പങ്കുവയ്ക്കുന്ന വചനഭാഗം സമ്മതി നൽകുന്ന കർത്താവാണ്. ഒപ്പം തന്നെ ഞാൻ ആരൊന്നും കർത്താവ് നോക്കുന്നില്ല. കർത്താവ് അവനോട് ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ യോഗ്യതകളോ എൻ്റെ അയോഗ്യതകളോ ഒന്നും നോക്കില്ല. തമ്പുരാൻ പറയുന്നത് കേട്ടാൽ മാത്രം മതി. അവ എല്ലാ തരത്തിലും കർത്താവ് നിനക്ക് അനുഗ്രഹമായി മാറും. ഉദാഹരണമാണ് ലൂക്കാ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യം. അവർ മറ്റേ വള്ളത്തിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആങ്ങിങ്ങാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറുവോളം മത്സ്യം കൊണ്ട് നിറച്ചു. പ്രിയമുള്ളവർ, അർത്ഥമാക്കുന്ന 2-3 കാര്യം. ദൈവരാജ്യത്തിന് വേണ്ടി ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യണം. സഭാസമൂഹങ്ങളോ മറ്റെന്തിലാണെങ്കിലും ഏകീകൃത ശ്രമം ഈശോ ആവശ്യപ്പെടുകയാണ്. യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു. അവരെ ഒരുക്കിയിട്ടൊന്നുമല്ല. അവരാത്ത് മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടിയുമില്ല. പൊട്ടിയ വലയായിട്ടും വല നിറച്ച് മത്സ്യം കിട്ടുന്ന തരത്തിൽ അവരെ കർത്താവ് ഒരുക്കി. നമുക്കും പൊട്ടിയ വലയായിരിക്കാം, നിരാശ കൊണ്ട് അവസ്ഥയായിരിക്കാം, തലരാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. പക്ഷേ ദൈവം പറയുന്നത് കേട്ടു, അനുസരിച്ചു, സമൃദ്ധി കിട്ടി. അയോഗ്യത കണക്കിലെടുക്കുന്നില്ല, നമ്മുടെ അയോഗ്യതയൊന്നും കണക്കിലെടുക്കുന്നില്ല. ദൈവത്തിൻ്റെ കൽപ്പനയുള്ള അനുസരണം മാത്രമാണ് ദൈവം നോക്കുന്നുള്ളൂ. ദൈവം നമ്മെ അവൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നു, അവൻ്റെ പങ്കാളികളായി വിളിക്കുന്നു. ദൈവം വിളിക്കുമ്പോൾ രൂപപ്പെടുന്നവരെ കാത്തു നിൽക്കുന്നില്ല. നാം മാറാൻ വേണ്ടി ദൈവം ആവശ്യപ്പെടുന്നുമില്ല. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവം എന്നെ വിളിക്കും. ദൈവം അപൂർണമായ വ്യക്തികളെയാണ് തൻ്റെ വേലയ്ക്ക് വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നിന്നെ വിളിക്കുമ്പോൾ ആ വിളിക്ക് പ്രത്യുത്തരമായി നീ ജീവിക്കുക. നിൻ്റെ സമർപ്പണം ദൈവം സ്വീകരിക്കും. നിൻ്റെ അപൂർണത കർത്താവ് നോക്കുന്നില്ല. നീ പൂർണ്ണമാകാൻ വേണ്ടി കാത്തിരുന്നിട്ടല്ല കർത്താവ് നിന്നെ വിളിക്കുന്നത്. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് നിന്നെ വിളിക്കും. എങ്കിലും പ്രിയമുള്ളവരെ, ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ കൂടെ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ ജീവിക്കുവാൻ, പ്രവർത്തിക്കാൻ ആക്രമിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവേ, എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും മറ്റുള്ളവരുമായി ചേർന്ന് ഭൂമിയിൽ ഈശോയുടെ വേല ചെയ്യണമെന്നും ദൈവം നീ ആഗ്രഹിക്കുന്നല്ലോ. ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരം പണിയുന്നവരായി ഉതകുന്ന ഏതൊരു സംരംഭത്തിനും ദൈവമേ എന്നെ പൂർണ്ണമായി എടുത്തുപയോഗിക്കുവാൻ കർത്താവെ എന്നോട് കരുണ കാണിക്കണമേ. ഒരുമിച്ച് മുന്നേറുവാൻ, ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, സ്വർഗരാജ്യം കെട്ടിപ്പടുത്തുവാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോ നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യാമരി നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. അച്ഛൻ ഈശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.